ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഹോശാന ഞായറിലേക്ക് നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്നു. ഹോശാന എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ദൈവമേ ഞങ്ങളെ രക്ഷിക്കണമേ എന്നുള്ളതാണ്. യേശു അദ്ദേഹത്തിൻ്റെ ജീവിതയാത്രയുടെ അവസാന കാലഘട്ടത്തിൽ ഉണ്ടായ ഒരു അനുഭവം. ഇന്ന് പലപ്പോഴും നാം കുരുത്തോലകളേന്തി ഹോശാന ഹോശാന എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ബൈബിളിനകത്ത് സുവിശേഷ ഭാഗങ്ങളിൽ മത്തായിയുടെ സുവിശേഷത്തിലും ലൂക്കോസിൻ്റെ സുവിശേഷത്തിലും ഈ ഒരു രംഗം പറയുന്നു. കഴുതയുടെ മുകളിൽ കയറി യേശുക്രിസ്തു യെരുശലേമിലേക്ക് കടന്നു വരുന്ന ഒരു അവിടെ എല്ലാവർക്കും ഭയങ്കര സന്തോഷം നിറഞ്ഞ ഒരു അവസ്ഥയാണ്. ഇന്ന് പലപ്പോഴും ആ സന്തോഷം നമ്മുടെ സഭകളിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. കാരണം നാം എല്ലാവരും കുരുത്തോലകൾ എന്തി ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന ഒരു സമയം, സന്തോഷം നിറഞ്ഞ സമയം തന്നെയാണ്. എന്നാൽ ആ സന്തോഷം നിറഞ്ഞ സമയത്തിൽ യേശുക്രിസ്തു അവിടെ ചെയ്ത വേറൊരു കാര്യമുണ്ട്. അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം അതിൻ്റെ 41-ാം വാക്യത്തിൽ അവൻ നഗരത്തിന് സമീപിച്ചപ്പോൾ അതിനെ കണ്ടു അതിനെക്കുറിച്ച് കരഞ്ഞു. ഈ ഒരു കാര്യമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത്. യേശുക്രിസ്തു ശിഷ്യന്മാരും ജനങ്ങളും വളരെ സന്തോഷത്തോടെ യേശുവിനെ സ്വീകരിച്ച് സന്തോഷത്തോടെ കടന്നു വരുന്ന സമയമാണെങ്കിലും യേശുക്രിസ്തു നഗരത്തെ കണ്ടപ്പോൾ, യെരുശലേം നഗരത്തെ കണ്ടപ്പോൾ യേശു കരഞ്ഞു എന്ന് പറയുന്നു. ഒത്തിരി സ്ഥലങ്ങളിലൊന്നും യേശു കരഞ്ഞതായിട്ട് ബൈബിളിൽ പറയുന്നില്ല. ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ യേശു കരഞ്ഞതായിട്ട് കാണുന്നുണ്ട്. അവിടെ യേശുവിൻ്റെ പ്രിയപ്പെട്ട ലാസർ മരിച്ചപ്പോൾ ആ അവസ്ഥ കണ്ട് യേശു കരയുന്നതായിട്ട് കാണും. പിന്നെ സുവിശേഷ ഭാഗങ്ങളിൽ ഇവിടെയാണ് യേശു കരഞ്ഞതായിട്ട് കാണുന്നത്. എന്തുകൊണ്ടാണ് ഇത്രയും സന്തോഷം നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥയിൽ യേശു കരയേണ്ടത്? യേശു കരയുന്നതിൻ്റെ കാര്യം വ്യക്തമായിട്ട് അവിടെ പറയുന്നുണ്ട്. അതിന് 42-ഉം 43-ഉം വാക്യം നമ്മൾ വായിക്കുവാണെങ്കിൽ, ഈ നാളിൽ നിന്റെ സമാധാനത്തിനുള്ളത് നീതിയും അറിഞ്ഞു എങ്കിൽ കൊള്ളാമായിരുന്നു. ഇപ്പോൾ അത് നിന്റെ കണ്ണിന് മറഞ്ഞിരിക്കുന്നു. നിന്റെ സന്ദർശന കാലം നീ അറിയാത്തതുകൊണ്ട് നിന്റെ ശത്രുക്കൾ നിനക്ക് ചുറ്റും വാടകോരി നിന്നെ വളഞ്ഞു, നാലുപുറത്തും ഞെരുക്കി നിന്നെയും നിന്നിലുള്ള നിന്റെ മക്കളെയും നിലത്ത് തള്ളിയിട്ടു. അപ്പം പട്ടണം എന്ന് പറയുമ്പോൾ ഒരു കെട്ടിടത്തെ അല്ല, ദൈവജനത്തെക്കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ തൊട്ട് താഴെ സഭയിലേക്ക് കടന്നു വരിക. സഭ എന്ന് പറയുന്നത് പുതിയ നിയമപ്രകാരം നാമാണ്. അപ്പം ഈ സഭയെ കണ്ട്, ഇല്ല ദൈവജനത്തിൻ്റെ യഥാർത്ഥ അവസ്ഥയെ കണ്ടാണ് യേശുക്രിസ്തു കരയുന്നത്. എന്താണ് ദൈവമക്കളുടെ അവസ്ഥ? അവർ സന്തോഷത്തോടെ യേശുക്രിസ്തുവിനെ സ്വീകരിച്ചു വരുന്നുണ്ടെങ്കിലും ദൈവം ഇഷ്ടപ്രകാരം, ദൈവത്തിൻ്റെ ആഗ്രഹപ്രകാരം തൻ്റെ ജീവിതത്തെ മെനയാതെ ശത്രുവിന് ഇടം കൊടുത്ത് ശത്രു അവരെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രംഗമാണ്. ഇന്ന് നാം ഹോശാന ആചരിക്കുമ്പോൾ ദൈവഹിതപ്രകാരം ജീവിച്ചിട്ടാണോ ഈ ഹോശാന ആചരിക്കുന്നത്? ദൈവത്തിന് കൊടുക്കേണ്ട മാന്യത, ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥലം, ദൈവത്തിന് സന്തോഷിപ്പിച്ചിട്ടാണോ ഞാൻ വന്ന് ഈ കുരുത്തോല ഏന്തി ഹോശാന എന്ന് പറയുന്നത്? അല്ലെങ്കിൽ യേശു എൻ്റെ അവസ്ഥ കണ്ടിട്ടാണ് കരയുന്നത്. ഞാൻ ദൈവത്തിൻ്റെ മകനാണ്, മകളാണ്, ശരിയാ. എന്നാൽ എൻ്റെ അവസ്ഥ കണ്ടിട്ട് ഞാനത് കാണാതെ ഞാൻ സന്തോഷിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തെ അറിയുന്ന ദൈവം എൻ്റെ അവസ്ഥ കണ്ടിട്ട് കരയുന്ന ഒരു രംഗമാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. ദൈവം പറയുന്നു, നിങ്ങളുടെ നാവ് എന്നെ ആരാധിക്കുന്നുണ്ട്, എന്നാൽ നിങ്ങളുടെ ഹൃദയം എന്നിൽ നിന്ന് അകന്നിരിക്കുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. ദൈവ ഇഷ്ടപ്രകാരം, ദൈവ വചനപ്രകാരം എൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്താതെ ഞാൻ വന്ന് ഹോശാന പാടുന്നതുകൊണ്ട് എന്താണ് അർത്ഥം? അതുകൊണ്ട് എൻ്റെ അവസ്ഥ കണ്ടിട്ട് തന്നെയാണ് യേശു കരയുന്നത്. എഫേസ്യർ 4-ാം അധ്യായം 30-ാം വാക്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്.
ഈ അധ്യായം നിങ്ങൾ വായിക്കുവാണെങ്കിൽ അറിയാം, അവിടെ യേശു ക്രിസ്തുവിലൂടെ പുതിയ ജീവൻ പ്രാപിച്ച ഒരു ജീവി രക്ഷിക്കപ്പെട്ടു എന്നുള്ളത് വ്യക്തമാണ്. എന്നാൽ ഞാൻ പഴയ മനുഷ്യനായിട്ട് ജീവിക്കുന്നതുകൊണ്ട് പൗലോസ് എഫേസ്യ സഭയെ നോക്കി പറയുകയാണ്, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ഇന്ന് ഞാൻ എന്നോ രക്ഷിക്കപ്പെട്ട് ശരിയാണ്, എന്നാൽ ദൈവത്തിൽ നിന്ന് അകന്നു പോയിട്ട് ലോകത്തിൻ്റെ കാര്യത്തിന് പ്രാധാന്യം കൊടുത്ത് ദൈവത്തെ ദുഃഖിപ്പിക്കുന്ന പ്രവർത്തനം ചെയ്യുന്ന ഞാൻ ഓശാന പാടുന്നതുകൊണ്ട് എൻ്റെ കർത്താവ് സന്തോഷിക്കുകയാണോ ഇല്ല കരയുകയാണ്? ഒരു മനുഷ്യൻ എപ്പോഴാണ് കരയുന്നത്? അദ്ദേഹത്തിന് ദുഃഖം സഹിക്കാൻ പറ്റാതെ വരുമ്പോഴാണ് കരച്ചിലുണ്ടാകുന്നത്. ഇത് മനസ്സിലാക്കണമെങ്കിൽ നാം ഒരു മരണ വീടിനെ എക്സാമ്പിളായിട്ട് എടുത്തു കഴിഞ്ഞാൽ, ആ മരണ വീട് നമുക്ക് ഒത്തിരി അറിയുന്നവരല്ല, എന്നാൽ നമ്മളവിടെ കടന്നു പോകുമ്പോൾ അത് അന്യരാണ്. എന്നാൽ നമ്മളവിടെ കടന്നു പോകുമ്പോൾ എന്ത് ചെയ്യും? നമ്മളൊരു ചെറിയ ദുഃഖമുഖം നമ്മളൊന്ന് അഭിനയിക്കും. എന്നിട്ട് നമ്മൾ അതിന് ശേഷം വന്നിട്ട് നമ്മുടെ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും? നീറ്റായിട്ട് ചെയ്യും. നമുക്ക് സങ്കടങ്ങളൊന്നുമില്ല. കാരണം അദ്ദേഹം അന്യനാണ്, ഞാൻ അറിഞ്ഞു കേട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് എനിക്ക് അത്രമാത്രം ദുഃഖം എൻ്റെ ഹൃദയത്തിൽ വരണമെന്നില്ല. എന്നാൽ അറിയപ്പെടുന്ന ഒരാൾ, നമുക്കറിയുന്ന ഒരാളിൻ്റെ വീട്ടിലിങ്ങനെ ഒരു ദുഃഖമുണ്ടായാൽ നാം അവിടെ കടന്നു പോകുമ്പോൾ നമുക്കെന്ത് ചെയ്യും? ഒരു ദുഃഖമുണ്ടാകും. എന്നാൽ ആ ദുഃഖവും ആ വീട് കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞ് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ഇറങ്ങി നമ്മുടെ സാഹചര്യങ്ങൾ വരുമ്പോൾ ആ ദുഃഖങ്ങൾ എന്ത് ചെയ്യും? മാറിപ്പോകും. കാരണം അദ്ദേഹത്തിന് എനിക്ക് അറിയാം. മൂന്നാമത്തെ ഒരാളെന്ന് പറയുന്നത്, നമുക്ക് പ്രിയപ്പെട്ടവരുടെ വീട്ടിലൊരു ദുഃഖമുണ്ടാകുമ്പോൾ, നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവർ, നമ്മൾ സ്നേഹിക്കുന്നവരുടെ വീട്ടിലൊരു ദുഃഖമുണ്ടാകുമ്പോൾ നാം കടന്നു പോവുകയാണെങ്കിലും ആ ദുഃഖത്തിൽ നമ്മൾ പങ്കുചേരും. ഒരിക്കലും ആ ദുഃഖം നമ്മുടെ ദുഃഖമായിട്ട് നമ്മൾ എന്ത് ചെയ്യും? മാറ്റും. നമുക്കതിനെ ഉൾക്കൊള്ളാൻ പറ്റത്തില്ല, താങ്ങാൻ പറ്റില്ല. കാരണം നമ്മുടെ പ്രിയപ്പെട്ടവർ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ നമുക്ക് ചിരിക്കാൻ പറ്റത്തില്ല. ആ ദുഃഖം എന്നെ മാനസികമായിട്ട് എന്ത് ചെയ്യും? എന്നെ തളർത്തും. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് പറയാൻ വരുന്ന കാര്യം ഇത്രേ ഉള്ളൂ. യേശുക്രിസ്തു കരഞ്ഞു എന്ന് പറയുമ്പോൾ എനിക്ക് ഒരു ഫീലിങ്ങും തോന്നുന്നില്ല. എന്ന് വെച്ചാൽ അതിനർത്ഥം ഒന്നെങ്കിൽ യേശു എനിക്ക് അന്യനാണ്. അന്യം കരയുന്നതുകൊണ്ട് എനിക്കൊരു പ്രയാസവും ഇല്ലെന്നേ. ഇല്ലെങ്കിൽ യേശുവിനെ അറിഞ്ഞിട്ടുണ്ട്. എന്നുവെച്ചാൽ നോയിങ് ലെവൽ അറിഞ്ഞിട്ടുണ്ട്, യേശു ആരാന്നറിയാം. അതുകൊണ്ട് അല്പനേരം ഞാനൊരു സങ്കടത്തിലിരിക്കും, അല്ലേ? നമുക്കിത് ഉടനെ തന്നെ ഗുഡ് ഫ്രൈഡേ വരാൻ പോവുകയാണ്. ചിലർ ഗുഡ് ഫ്രൈഡേ അന്ന് ചിരിക്കത്തു പോലുമില്ല, അത്രമാത്രം സങ്കടം. കാരണം യേശുക്രിസ്തുവിനെ ക്രൂശിക്കപ്പെട്ടു. പക്ഷേ അത് കഴിഞ്ഞാൽ അവരുടെ ജീവിതമൊക്കെ ഭയങ്കര വേറെ രീതിയിലാണ് മാറുന്നത്. അപ്പം അറിഞ്ഞവരും അത്രയൊക്കെ ഉള്ളൂ. പക്ഷേ പ്രിയപ്പെട്ടവർക്കൊരു ദുഃഖം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആ ദുഃഖം എൻ്റെ ദുഃഖമായിട്ട് മാറും. ഞാൻ ഇതെന്തുകൊണ്ടാണ് പറയുന്നത് വെച്ചാൽ, യേശുക്രിസ്തു നമുക്ക് ആരാ? അന്യനാണെങ്കിൽ എനിക്ക് ഒരു കുഴപ്പമില്ല. അറിയുന്ന കർത്താവാണെങ്കിലും എനിക്ക് കുറച്ച് നേരം ആ ഒരു ദുഃഖം കാണത്തുള്ളൂ. യേശുക്രിസ്തു എൻ്റെ പ്രിയപ്പെട്ടവനായിട്ട് മാറുമ്പോൾ, യേശുക്രിസ്തു എൻ്റെ സ്നേഹിതനായിട്ട് മാറുമ്പോൾ, യേശുക്രിസ്തു കരയുന്നത് കണ്ടിട്ട് ഞാൻ ചുമ്മാ ഇരിക്കത്തില്ല. കാരണം ആ സങ്കടത്തെ മാറ്റാനായിട്ട് ഞാൻ ശ്രമിക്കും. കാരണം അവൻ എൻ്റെ പ്രിയപ്പെട്ടവനാണ്. യേശുക്രിസ്തു കരഞ്ഞ ഒരു ഭാഗം ലൂക്കോസ് സുവിശേഷം നമ്മൾ കാണുന്നുണ്ട്. ലാസർ മരിച്ചപ്പോൾ, യേശുവിൻ്റെ പ്രിയപ്പെട്ടവനായ ലാസർ മരിച്ചപ്പോൾ യേശു കരഞ്ഞു. അപ്പം എൻ്റെ പ്രിയപ്പെട്ടവനായിട്ട്, എൻ്റെ രക്ഷിതാവായിട്ട് യേശുവിനെ ഞാൻ ഇഷ്ടപ്പെടുമ്പോഴാണ് യേശുവിൻ്റെ സങ്കടം എൻ്റെ സങ്കടമായിട്ട് മാറുന്നത്. അപ്പം എൻ്റെ പ്രിയപ്പെട്ടവർ സങ്കടത്തോടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ആ സങ്കടം മാറ്റാനായിട്ട് ഞാൻ എന്തു ചെയ്യും? ശ്രമിക്കും. ഇന്ന് യേശുക്രിസ്തു ഇവിടെ കരയുന്ന ഒരു ഭാഗത്തോട് കാണുന്നത് എന്തുകൊണ്ടാണ്? ദൈവജനത്തിൻ്റെ അവസ്ഥ ഓർത്തിട്ടാണ്. അപ്പോൾ എൻ്റെ അവസ്ഥ ക്രിസ്തുവിൽ നിന്ന് അകന്ന് നിൽക്കുന്നത് കണ്ടിട്ടാണ് യേശു ക്രിസ്തു കരയുന്നത് എങ്കിൽ ആ കരച്ചിലിനെ മാറ്റാനുള്ള ഉത്തരവാദിത്വം എനിക്കുണ്ട്. അതിന് ഞാൻ എന്ത് ചെയ്യണം?
ദൈവത്തിന് ഇഷ്ടപ്രകാരം ഉള്ള ജീവിതം, ദൈവത്തിന് പ്രസാദം തോന്നുന്ന ജീവിതം, ഹൊശാന ഹൊശാന എന്ന് പാടുന്ന എന്നെ കാണുമ്പോൾ എൻ്റെ ക്രിസ്തു സന്തോഷിക്കണമെങ്കിൽ ഞാൻ ദൈവവചനപ്രകാരം എൻ്റെ ജീവിതത്തെ കെട്ടപ്പെടണം. ശത്രുവിൻ്റെ കയ്യിൽ അടിമപ്പെട്ട് ഇരിക്കാനല്ല കർത്താവ് എന്നെ വിളിച്ചത്. അവിടെ നിന്ന് ആ പാപ സ്വഭാവത്തിൽ നിന്ന് വീണ്ടെടുത്ത് കർത്താവിന് പ്രസാദമുള്ള, എൻ്റെ ഹൃദയം കൊണ്ട് കർത്താവിനെ ആരാധിക്കുന്ന ഒരു ജീവിതമായിട്ട് ഞാൻ മാറുമ്പോൾ എന്നെ കണ്ട് എൻ്റെ കർത്താവ് സന്തോഷിക്കും. അപ്പോൾ ഞാൻ ഓശാന ആചരിക്കുന്നതിൽ ഒരു അർത്ഥമുണ്ട്. അങ്ങനെ വേണം എൻ്റെ ജീവിതത്തെ ഞാൻ കെട്ടപ്പെടുവാൻ. ഇന്ന് സമൂഹത്തിൽ ശ്രദ്ധിക്കപ്പെടാത്ത ഒരു കാര്യമാണ് എൻ്റെ ക്രിസ്തുവിൻ്റെ ഇന്നത്തെ അവസ്ഥ. ദൈവമക്കൾ ചിന്തിക്കാത്ത ഒരു ഭാഗമാണ്. എന്നെ കാണുമ്പോൾ എൻ്റെ ക്രിസ്തു സന്തോഷിക്കുന്നുണ്ട്. എൻ്റെ ജീവിത സാഹചര്യം കാണുമ്പോൾ എൻ്റെ ക്രിസ്തുവിന് സന്തോഷമുണ്ടാകുന്നുണ്ടോ? അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന പ്രവർത്തനമാണോ എന്നിലുള്ളത്? ഓരോ ദിവസവും എന്നെ ശോധന ചെയ്ത് നിലനിർത്തേണ്ട കാലഘട്ടമാണ്. അതുകൊണ്ട് പ്രിയ ദൈവജനമേ, നാം ചിന്തിക്കുക. ക്രിസ്തുവിന് കൂടെയുള്ളവർ എല്ലാവരും സന്തോഷിക്കുമ്പോൾ യേശു കരയുക, കണ്ണുനീർ വാർത്തു. യേശു കരയുക എന്നെ ചൊല്ലി, എൻ്റെ അവസ്ഥയെ കണ്ടിട്ട്. അതുകൊണ്ട് നാം ദൈവത്തിലേക്ക് തിരിയുക. ദൈവത്തിന് പ്രസാദമുള്ളത് എന്തെന്ന് ദൈവത്തിൻ്റെ വചനത്തെ ആരാഞ്ഞ് കണ്ടുപിടിച്ച് അതിൻ പ്രകാരം എൻ്റെ ജീവിതത്തെ ഞാൻ പണിയുമ്പോൾ തീർച്ചയായിട്ടും ക്രിസ്തു എന്നെ കണ്ട് സന്തോഷിക്കും, എൻ്റെ ജീവിതത്തെ കണ്ട് സന്തോഷിക്കും. അതായിരിക്കണം എൻ്റെ ഉത്തരവാദിത്തം. കാരണം എൻ്റെ പ്രിയപ്പെട്ടവനാണ് കർത്താവിന്, ഞാൻ പ്രിയപ്പെട്ടവനാണ്. അതുകൊണ്ട് നാം ചിന്തിച്ച് ദൈവവചനത്തിന് അടിസ്ഥാനപ്പെട്ട് നമ്മുടെ ജീവിതത്തെ കെട്ടിപ്പടുത്തുവാനായിട്ട് ദൈവം ഓരോരുത്തരെയും സഹായിക്കട്ടെ.